ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നൊരു വീഡിയോ നമ്മുടെ വണ്ടിയുടെ ആവറേജ് മൈലേജ് എത്ര കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് ഗൈസ്. അപ്പോൾ ഞാനിന്ന് എയർപോർട്ടിൽ പോവാണ്, ഹൈദരാബാദിന് നേരെ കൊച്ചി എയർപോർട്ടാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കാൻ പോകുന്നത് സിറ്റി ഡ്രൈവ് ആണ്, അപ്പം ഹൈവേ അല്ല, സിറ്റി ഡ്രൈവ് ആണ്. അപ്പോൾ സിറ്റി ഡ്രൈവിൽ നമുക്ക് എന്തോരം ആവറേജ് വണ്ടി തരുന്നുണ്ട് പെട്രോൾ എന്നത് ഞാൻ നിങ്ങളെ അറിയാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഹെൽപ്പ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ അത്ര പെർഫെക്റ്റ് വീഡിയോ ഒന്നും അല്ലല്ലോ, നമുക്കൊരു എനർജി കിട്ടുന്നില്ല, അങ്ങോട്ട് സബ്സ്ക്രൈബർ കയറാത്തതുകൊണ്ട് ഒരു എനർജി കിട്ടുന്നില്ല ഗൈസ്. അപ്പോൾ നമ്മുടെ കിയ സെൽറ്റോസിൻ്റെ ഇന്നത്തെ നമ്മുടെ മൈലേജ് ടെസ്റ്റാണ് നമ്മൾ നോക്കുന്നത്. പെട്രോൾ വണ്ടിക്ക് എന്ത് ആവറേജ് വണ്ടി ഇപ്പം സിറ്റി ക്രോസ് ചെയ്തല്ല നമ്മൾ പോകുന്നത്, നോർമൽ ഹിൽ റോഡ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്, മൂവാറ്റുപുഴ, പെരുമ്പാവൂർ അങ്ങനെ നടക്കുന്നത്. അപ്പോൾ ഞാൻ സിറ്റി ഡ്രൈവ് ആണ്, ഇനി അടുത്ത ഹൈദരാബാദ് പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ വണ്ടി സർവീസ് ഡേറ്റ് ആകത്തുകൊണ്ടാണ് ഞാനിപ്പം കൊച്ചി വന്നിട്ട് എയർപോർട്ട് വഴി നേരെ ഹൈദരാബാദ് പോകണം. അല്ലെങ്കിൽ ഞാൻ നേരെ ഡയറക്റ്റ് ഹൈദരാബാദ് പോകാനുള്ള പരിപാടിയായിരുന്നു. ഹൈദരാബാദ് പോകുമ്പോൾ മൈലേജ് ടെസ്റ്റും ആവറേജും ഒക്കെ ചെക്ക് ചെയ്യായിരുന്നു. ഇപ്പോൾ നമ്മൾ 1000 കിലോമീറ്റർ ആകാത്തതുകൊണ്ട് നമ്മളിന്ന് എയർപോർട്ടിൽ വണ്ടി ഇട്ടിട്ട് നേരെ നമ്മുടെ വണ്ടിയിൽ ഇപ്പം നിലവിൽ കാണിക്കുന്നത് 172 കിലോമീറ്റർ വണ്ടി ഓടും എന്നാണ് കാണിക്കുന്നത്. അപ്പം നമ്മളിത് ഫുള്ളാക്കാൻ പോവാണ്. ടാങ്ക് ഇപ്പം ഫ്യൂവലിൽ ഒരു 1 ഒരു കട്ടയിലാണ് നിൽക്കുന്ന ഫ്യൂവൽ. അപ്പോൾ നമ്മൾ ഫുൾ ടാങ്ക് ആക്കിയിട്ട് നമുക്ക് കോട്ടയത്ത് നിന്ന് കിലോമീറ്റർ സെറ്റ് ചെയ്തിട്ട് വണ്ടി എടുക്കാം. അപ്പോൾ 1 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്, 1 കിലോമീറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി അവിടെ ചെന്ന് ഓഫ് ചെയ്തുമ്പോഴത്തേന് റീസെറ്റ് ചെയ്യാം കിലോമീറ്റർ. ഓക്കെ ഗൈസ്, അല്ലാണ്ട് മാറിപ്പോയി ഡീസൽ അടിക്കും. പെട്രോൾ പമ്പിൽ ചെന്ന് ഓക്കെ പെട്രോൾ അടിച്ചിട്ട് ഫുള്ളാക്കിയിട്ട് പോകാം. 4 കിലോമീറ്റർ അങ്ങനെ ടാങ്ക് ഫുള്ളായി 4451 രൂപയ്ക്ക് പെട്രോൾ അടിച്ച്. അപ്പോൾ നമ്മളോട് നേരെ നെടുമ്പാശ്ശേരിക്ക് പോവാണ് ഗൈസ്. ഓക്കെ, ചെന്ന് കഴിഞ്ഞ് നെടുമ്പാശ്ശേരി വരെ 100 കിലോമീറ്റർ നമുക്ക് എന്ത് ആവറേജ് വണ്ടി തരുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഫുൾ ടാങ്ക് ഡീസൽ അടിച്ച് ഫുള്ളാണ് 814 കിലോമീറ്റർ വണ്ടിയിൽ കാണിക്കുന്നത്. വണ്ടിയിൽ ആവറേജ് 814 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത് കാണിക്കാം, 814 കാണിക്കുന്നത്. പിന്നെ ഇപ്പോൾ ആവറേജ് കാണിക്കുന്നില്ല, നോർമൽ ആവറേജ്. അവിടെ നമ്മൾ നെടുമ്പാശ്ശേരി ചെന്ന് കഴിയുമ്പോൾ നമുക്ക് റീഫിൽ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വണ്ടി എടുക്കാം. ഓക്കെ, ഇരുട്ടിപ്പോയി, ഒരുപാട് ഇരുട്ടി. അപ്പം 4451 രൂപയ്ക്ക് ഫുൾ ടാങ്ക് ഡീസലാണ് മേടിച്ചത്. എത്ര ലിറ്റർ കിട്ടിയിട്ടുണ്ടെന്ന് അറിയത്തില്ല. അപ്പം വണ്ടി ഫുള്ളായിട്ടുണ്ട്. ഇനി ഇപ്പം 4.9 ആവറേജ് കാണിക്കുന്നുണ്ട്. വണ്ടീൻ്റെ ഓട്ടത്തിൽ എത്ര ആവറേജ് ഉണ്ടെന്ന് നമ്മളെ കാണിച്ചു തരാം. ഓക്കെ, വണ്ടി ഇപ്പോൾ ഫുള്ളാക്കി നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിലോട്ട് പോകണം ഗൈസ്. ഓക്കെ, 6.1 കാണിക്കുന്നുണ്ട്. അപ്പോൾ സിറ്റി ഡ്രൈവ് ആണ് കേട്ടോ. അപ്പോൾ കോട്ടയം ടൗണിൽ നിന്ന് വണ്ടി കയറുന്നതേ ഉള്ളൂ. അപ്പോൾ ഏകദേശം നമ്മൾ മൂവാറ്റുപുഴ അവിടെ എല്ലാം ബ്ലോക്ക് ആയിരിക്കും. അപ്പോൾ ട്രാഫിക്കിലൂടെ നമ്മൾ ഡ്രൈവ് ചെയ്യാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ അതിൻ്റെതായ മൈലേജ് വ്യത്യാസങ്ങൾ കാണിക്കും. കമ്പനി പറയുന്നത് 17 കിലോമീറ്റർ കിട്ടും എന്ന് പറയുന്നു. എനിക്ക് കഴിഞ്ഞ ദിവസം 13 വരെ കിട്ടിയായിരുന്നു. ഒരു 15 കിട്ടുവാണെങ്കിൽ ഓക്കെയാണ്, നമ്മളത് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, കോട്ടയത്ത് നിന്ന് വണ്ടി എടുത്തപ്പോൾ തന്നെ നല്ല ട്രാഫിക് ബ്ലോക്കാണ്. വണ്ടി പതുക്കെ നീങ്ങുന്നത്. 8.8 ഇപ്പം കാണിക്കുന്നത് ആവറേജ് കേട്ടോ. 8.9 കാണിക്കുന്നുണ്ട് ഇപ്പം, 8.8. അപ്പം ഇനി നെടുമ്പാശ്ശേരി എയർപോർട്ട് വരെ ചെല്ലുമ്പം എന്താ സംഭവിക്കാമെന്ന് അറിയത്തില്ല. എന്തായാലും ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഒന്നും കൂടെ റീഫിൽ ചെയ്യും. അത് വെച്ച് കാൽക്കുലേഷൻ ചെയ്യും എന്താ ആവറേജ് വണ്ടി തരുന്നുണ്ടെന്ന്. ഓക്കെ, അപ്പം പിന്നെ വണ്ടി ഓടിക്കാൻ സുഖമാണ്. പക്ഷേ ഇവിടുന്ന് ഏറ്റുമാനൂർ വരെ, കോട്ടയത്ത് നിന്ന് ഏറ്റുമാനൂർ വരെ നല്ല ട്രാഫിക് ആയിരിക്കും.
പിന്നെ അവിടുന്ന് മൂവാറ്റുപുഴ വരെ ചവിട്ടി പോവാം. പിന്നെ വരുന്നത് മൂവാറ്റുപുഴ അങ്കമാലി ചിലപ്പം റോഡ് സ്ലോ ആയിരിക്കും അവിടെ പ്രതീക്ഷിക്കുന്നു. ഫ്രീ ആണെങ്കിൽ പെട്ടെന്ന് എനിക്ക് ഏകദേശം എൻ്റെ ഫ്ലൈറ്റ് 11:15 അപ്പം 11:15 മുമ്പ് എനിക്ക് അവിടെ ചെല്ലണം. ഒരു 9 മണിക്ക് മുമ്പ് അവിടെ എത്തണം. ഓക്കെ, മൂവാറ്റുപുഴ എത്തി ഗൈസ്. മൂവാറ്റുപുഴ എത്തിയപ്പം 12.7 കാണിക്കുന്നത് ആവറേജ്. അപ്പം ഇവിടെ നമുക്കൊരു 10-40 കിലോമീറ്റർ കൂടെ കാണും നെടുമ്പാശ്ശേരിക്ക്. ഭയങ്കര വഴിയിലെല്ലാം നൈറ്റ് ആയതുകൊണ്ട് വണ്ടി ഓടിക്കാൻ ഭയങ്കര പാടായിരുന്നു. അപ്പം അതുകൊണ്ട് ഇവിടെ പിന്നെ മൂവാറ്റുപുഴ ടൗണിലോട്ടൊക്കെ കയറുന്നത്. സിറ്റി കയറുമ്പോഴത്തേനും അവിടെ ട്രാഫിക് കാണും. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് റോഡ് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരുപാട് വണ്ടി ഓടുന്ന ഒരു മെയിൻ റോഡാണ്. അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകളാണ് വണ്ടി ഓടിക്കുമ്പോൾ. നമ്മൾ 52 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. 12.7 കാണിക്കുന്നത് ഗൈസ്. ഓക്കെ, പെരുമ്പാവൂർ എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ വണ്ടി പെരുമ്പാവൂർ എത്തിക്കൊണ്ടിരിക്കുന്നു. മൈലേജ് 12.6 തന്നെ കാണിക്കുന്നത്. കാര്യം ഈ റോഡിൽ ചവിട്ടിയും പിടിച്ചും പോകുമ്പോഴത്തേക്കും എന്തായാലും മൈലേജ് ആവറേജ് വരത്തില്ല. അപ്പം 12.6 13 വരെ വന്നായിരുന്നു. പിന്നെ ഇറങ്ങി മൈലേജ് 13 വരെ വന്നിട്ട് പിന്നെ ഇറങ്ങി. കയറുന്നില്ല, ഒരു 14-15 വരെ കയറുന്നില്ല. കഴിഞ്ഞ ദിവസം കാലിക്കറ്റിൽ നിന്നപ്പം 14-15 വരെ കാണിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് പെട്രോൾ അടിച്ച് ചെക്ക് ചെയ്ത് നോക്കാം എന്തോരം പെട്രോള് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം അടിക്കുന്ന പെട്രോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ അറിയാം നമുക്ക് എന്തോരം ആവറേജ് വരുന്നുണ്ടോ വണ്ടിക്ക്. ഓക്കെ, അപ്പം നമ്മൾ പെരുമ്പാവൂർ എത്തിയിരിക്കുകയാണ്. പെരുമ്പാവൂർ ട്രാഫിക് ബ്ലോക്ക് 8:12 ടൈം. 72.9 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. ഇപ്പോഴും 12.5 ആവറേജ് കാണിക്കുന്നത്. അപ്പം ഇനി നമുക്കൊരു 25 കിലോമീറ്റർ കൊണ്ട് 100 കിലോമീറ്റർ ഇവിടുന്ന്. എന്തായാലും നമ്മൾ എയർപോർട്ടിൽ ഡയറക്റ്റ് പോയിട്ട് വണ്ടി ഇട്ടിട്ട് തിരിച്ച് വരുന്ന ദിവസം നമുക്ക് ഈ കിലോമീറ്റർ എഴുതി വെച്ചേക്കാം. തിരിച്ച് കോട്ടയത്ത് എന്നിട്ട് നമുക്ക് ടാങ്ക് ഫുള്ളാക്കാം. അപ്പം നമുക്ക് അതിൻ്റെ ഫുൾ ആവറേജ് അറിയാൻ പറ്റും. ഇങ്ങോട്ട് വന്നതും അങ്ങോട്ട് വന്നത് രണ്ടും കൂടെ 2 കിലോമീറ്റർ കാൽക്കുലേഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാമല്ലോ. അപ്പം അത് വെച്ച് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് പെട്ടെന്ന് എയർപോർട്ടിൽ ചെന്നിട്ട് എൻ്റെ ഫ്ലൈറ്റ് എനിക്ക് മിസ്സാവും. ഗൈസ്, ഹെവി ട്രാഫിക് ബ്ലോക്കാണ്. പെരുമ്പാവൂർ മെയിൻ സിഗ്നലിലാണ് കിടക്കുന്നത്. ഇവിടുന്ന് റൈറ്റ് പോയ മൂന്നാറാണ് ഗൈസ്. അവിടുന്ന് വണ്ടി 2 വീലർ പോകുന്നുണ്ട്. 2 വീലർ പോകുന്ന വഴി കൂടെ കോതമംഗലം വഴി നേരെ മൂന്നാർ പോവാം. ലെഫ്റ്റ് നമുക്ക് ആലുവ, പൂക്കാട്ടുപടി അങ്ങനെയുള്ള എറണാകുളമൊക്കെ സ്ഥലത്തോട്ട് പോവാം. നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്കമാലി പോവാം, എയർപോർട്ട് പോവാം. ഓക്കെ, നമ്മുടെ വണ്ടിയുടെ ഇതാണിപ്പം സ്ഥിതി. 72.9 കിലോമീറ്റർ വണ്ടി ഓടി 2 hour 2 മണിക്കൂർ 17 മിനിറ്റ് എടുത്ത് ഇവിടം വരെ. അതുപോലെ ട്രാഫിക് ബ്ലോക്ക് അതാണ് അങ്ങനെ കാണിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മൈലേജ് ഇപ്പോഴും 12.5 ആവറേജ് കാണിക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് പെട്രോൾ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. എയർപോർട്ട് റോഡ് എത്തിയിരിക്കുകയാണ് ഗൈസ്. എയർപോർട്ട് റോഡ്. ഓക്കെ, ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. 85 കിലോമീറ്റർ ആയി ഇവിടം വരെ കാണിക്കുന്നത്. 85 കിലോമീറ്റർ. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പെട്രോൾ പമ്പിൽ 85 കിലോമീറ്റർ. നമ്മള് എയർപോർട്ടിലെത്തി. ഇന്റർനാഷണൽ എയർപോർട്ടിലോട്ട് വണ്ടി എൻ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇപ്പം എനിക്ക് റീഫ്യൂൽ ചെയ്യാൻ പറ്റണില്ല. നമ്മൾ പിന്നെ ചെയ്യും. ഇപ്പം എന്തായാലും റീഫിൽ ചെയ്യുന്നില്ല. നമ്മൾ വണ്ടി എടുത്ത് ഇവിടുന്ന് പോയി അത് കഴിഞ്ഞിട്ട് റീഫിൽ ചെയ്യുന്നുള്ള കാര്യം. നമുക്കിപ്പം എനിക്ക് ചെക്ക് ഇൻ ചെയ്യാനുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യം. ഭയങ്കര റഷായിരിക്കും. നൈറ്റിൽ ഒരുപാട് ആൾക്കാർ ട്രാവൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് റഷായിരിക്കും. അതുകൊണ്ട് റീഫിൽ നമ്മൾ തിരിച്ച് റിട്ടേൺ വരുന്ന ദിവസമില്ലേ അന്ന് ഫുൾ ടാങ്ക് അടിക്കും. അപ്പോൾ ഫുൾ ടാങ്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 600, 700, 800 രൂപയ്ക്കാണെങ്കിൽ 700 രൂപയ്ക്കൊക്കെ അടിക്കുവാണെങ്കിൽ അടിപൊളി മൈലേജാണെന്ന് പറയാം. 600 രൂപയ്ക്കൊക്കെ ഡീസൽ ഇപ്പോഴും ഫുൾ ടാങ്ക് തന്നെ കാണിക്കുന്നത്. ഫുൾ ടാങ്ക് തന്നെ ഡീസൽ കാണിക്കും. 753 കിലോമീറ്റർ ഇനി ഓടാണ്ടെന്ന് പറഞ്ഞാൽ. അപ്പം എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കാർഗോ ടെർമിനൽ 1. നമുക്ക് ടെർമിനൽ 1 പോകേണ്ടത്. ടെർമിനൽ 1 പോകേണ്ടതിന് ഇപ്പം തന്നെ കാണിക്കുന്നത്. നമ്മുടെ ടെർമിനൽ 1 പോയി നമ്മൾ വണ്ടി പാർക്കിങ്ങിന് കയറ്റാൻ പോവാണ്. എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ വണ്ടി എത്തിയിരിക്കുകയാണ്.
ടോൾ മേടിക്കട്ടെ. ടോൾ ലൈൻ ടു കാർ SUവിലാണ് നിൽക്കുന്നത്. ഓക്കെ, പാർക്ക് ചെയ്ത് അത് കണ്ടോ, നേരെ കാണുന്നത് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്. അപ്പം നമ്മൾ വണ്ടി പെട്രോൾ അടിച്ച് ഡ്രൈവ് ചെയ്തിട്ട് വണ്ടി ഗൈസ്, അപ്പം നമ്മൾ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലോട്ട് എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പം നമുക്ക് പാർക്കിങ്ങിൽ ചെല്ലാം. പാർക്കിംഗ് ചെയ്ത് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. പാർക്കിംഗ് ഏരിയ ഫുള്ള് നമ്മളെ വണ്ടി പാർക്കിങ്ങിലിടാൻ, കാർ പാർക്ക്. ഓക്കെ, തപ്പിയെടുത്തിപ്പോ നമുക്ക് ഡൊമസ്റ്റിക് ടെർമിനലാണ് പോകുന്നത്. അവിടെ നമ്മുടെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടാണ് ഗൈസ്. അപ്പോൾ വണ്ടി പാർക്കിംഗ് എവിടെയാണ് പോകേണ്ടത്? കാർ പാർക്ക് ഇവിടെ നോക്കട്ടെ. കാർ പാർക്ക് കേട്ടോ, നമുക്ക് കാർ പാർക്കിങ്ങിലോട്ട് പോവാം. കാർ പാർക്ക്. ഓക്കെ, അവിടെ ടോക്കൺ എടുക്കണമെന്ന് തോന്നുന്നു. ടോക്കൺ എടുത്തിട്ട് പോവാം. വണ്ടി പാർക്കിങ്ങിന് കയറണമെങ്കിൽ എവിടെ കൊണ്ടിടും എന്നാണ് ആലോചിക്കുന്നത്. ഒരു സ്ലോട്ട് ഉണ്ടെന്ന് പറയുന്നത്, പക്ഷെ അവിടെ വണ്ടി കാണുന്നില്ല സ്ലോട്ടിൻ്റെ. എവിടെ ഒരു സ്ലോട്ട് കിടപ്പുണ്ട്, ഇങ്ങോട്ട് കുടിച്ച് കയറ്റാൻ വേണ്ടി. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ ഇവിടെ പാർക്ക് ചെയ്യണം. 3 ദിവസത്തേക്ക് 1050 രൂപയാണ് ഇവിടെ പാർക്കിങ്ങിന്. ഞാൻ പണ്ട് 200 രൂപയ്ക്കാണ് പാർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, ചാർജ് കൂടി. ഫൈനലി നമ്മൾ എയർപോർട്ടിലെത്തി. പെട്രോൾ അടിച്ചില്ല. തിരിച്ച് റിട്ടേൺ പോകുമ്പോഴാണ് നമ്മൾ പെട്രോൾ ഫുള്ള് ഫില്ല് ചെയ്യുന്നത്. ഇപ്പോഴും ഫുൾ ടാങ്ക് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പം എൻ്റെ അതിലൊരു 600 രൂപ 700 രൂപയ്ക്കാണെങ്കിൽ എൻ്റെ ഉദ്ദേശത്തിലൊരു 10-15 കിലോമീറ്റർ ആവറേജ് വരും. 15 അബോവ് കിട്ടും. അപ്പം ഒരു 3 days ആഫ്റ്റർ ഞാൻ വന്നു കഴിയുമ്പം നമുക്ക് ഇവിടുന്ന് കോട്ടയത്ത് പോയിട്ട് ഫില്ല് ചെയ്യാം. അപ്പം നമ്മളിപ്പം എനിക്ക് ടൈമില്ലാത്തതുകൊണ്ട് നമ്മൾ എയർപോർട്ടിൽ ചെക്ക് ഇൻ ചെയ്യാൻ പോകണം. ഓക്കെ, ഇതിപ്പം 12.4 കിലോമീറ്റർ മൈലേജ് ആവറേജ് വരുന്നുണ്ട്. ഇനി 87 കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുണ്ട്. 752 കിലോമീറ്റർ ഇനി ഓടാനുണ്ട്. ഇപ്പോഴും ഫ്യൂവൽ ഗേജ് ഫുള്ളായിട്ടാണ് കാണിക്കുന്നത്. നമ്മൾ കോട്ടയത്ത് നിന്ന് ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചാണ്. അപ്പോൾ നമ്മുടെ പാർക്കിങ്ങിൽ വണ്ടി ഇട്ടിരിക്കുകയാണ്. വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞാൻ നേരെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ പോവുകയാണ്. ഓക്കെ, നമുക്ക് ലഗേജ് എടുക്കാം. വണ്ടി ഇങ്ങനെ പാർക്ക് ചെയ്തിട്ട് ടയർ അങ്ങനെ കിടക്കുന്നു. ടയർ നേരെ നമ്മുടെ വണ്ടിയുടെ ലഗേജ് എടുക്കാം. ചെറുക്കനെ ലഗേജൊക്കെ എടുത്ത് സെറ്റാക്കി എല്ലാം സെറ്റാക്കി വെച്ചിരിക്കും. അയ്യോ, ലഗേജൊക്കെ എടുത്ത് ലഗേജിന് നമ്മുടെ സാധനമുണ്ട്. നമ്മുടെ വണ്ടിയിട്ട് നമ്മൾ പോവാണ്. നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ പോവാണ് ഗൈസ്. 3 ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരാം. ഏകദേശം 325 രൂപ ചാർജ് വരുന്നുണ്ട്. 370. ഒരു ദിവസം ഏകദേശം 325 രൂപ ചാർജ് വരുന്നു. 350 രൂപ 1050 രൂപ പേഡ് ചെയ്തു. കുഴപ്പമില്ല. 3 ദിവസം സേഫായിട്ട് വണ്ടി എയർപോർട്ടിൽ കിടക്കും. അപ്പം നമ്മൾ നേരെ ഫ്ലൈറ്റ് എടുത്ത് പോകണം ഗൈസ്. ബൈ, ഗുഡ് നൈറ്റ്. Gracias.